മോനെ ഒരു 1/2 കിലോ പഞ്ചസാര എടുത്തോ. അര കിലോ പഞ്ചസാര എടുത്തു കൊടുക്കും. എങ്ങനെ? 1/2 കിലോ പഞ്ചസാര എടുത്തു കൊടുക്കാൻ. ഒരു 1/2 കിലോ പഞ്ചസാര. അതെ, 1.5 കിലോ ഉണ്ട്. 1/2 കിലോയുടെ കാശ് എനിക്ക് തന്നാ മതി. വാസുവേട്ടൻ 1/2 കിലോ പഞ്ചസാര പറ്റ്. ഇവനെന്താ പതിവില്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണേ? ഹരിക്ക് കുറച്ച് കാശ്. ആഹാ, എന്തിനാണാവോ? പുതിയ ബിസിനസ് തുടങ്ങാനാ. എത്ര വേണ്ടി വരും? എത്ര? 10. ഒരു 10 രൂപ. പോരാതെ വരുമോ? അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. കാശ് ഞാൻ തരില്ല. ബിസിനസ് ചെയ്യാൻ പോണു. ഇനി എന്ത് ബിസിനസ് ആണ് നീ ചെയ്യാൻ ബാക്കിയുള്ളത്? കള്ളു വെച്ചോടോ. നീ ആ ഡിഗ്രി എടുത്ത് കക്ഷത്ത് വെച്ച് നടന്നോ? എന്തെങ്കിലും ഒരു പണി കിട്ടി അതിന് പോകൂ? അതുമില്ല. മേലനങ്ങാൻ പറ്റില്ല, അത് തന്നെ. ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ, നിന്റെ പ്രായം തന്നെയല്ലേ അവനും. നീ അവനെ കണ്ടു പഠിക്ക്. 10 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂങ്കിലും നന്നായിട്ട് പൊതി കെട്ടാനെങ്കിലും അറിയാം. നിനക്കോ? നിന്നെയൊക്കെ ഡിഗ്രി വരെ പഠിപ്പിച്ചതാടാ ഞാൻ ചെയ്ത തെറ്റ്. മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കണു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ശരി. പിന്നെ ഇവന്റെ മേലെ ഒരു കണ്ണ് വേണേ. ബിസിനസ്സുകാരൻ. എടാ, നിന്റെ തന്തയ്ക്ക് പ്രാന്താണ്. കാശിന് വിവരം ഉണ്ട് അങ്ങേർക്ക്. പോയി കഴിയുമ്പോ മൊത്തം ഡയലോഗാ. മറിച്ചിരിക്കാൻ നിന്റെ തന്തയോട് മര്യാദയ്ക്ക് കാശ് ചോദിച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഇതേ ഉള്ളു മാർഗം. എനിക്കും വേണ്ട ചെലവിന് കാശ്. അച്ഛൻ പിടിക്കൂട്ടോ. വേണ്ടേ, ഞാൻ തന്നെ പിടിച്ചോളാം. ചോരത്തിന്റെ ലക്ഷ്മി. എങ്ങനെ പോവാ? ഞാൻ ഈ സഹകരണ സംഘം വരെ ഒന്ന് പോവാ. ഒരു ലോൺ കൊടുക്കണ്ടെന്ന് കേട്ടു. ഈ മോട്ടറിന്റെ. സഹകരണ സംഘത്തിൽ നിന്നല്ലേ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് വികലാംഗർക്കാ. ആരെങ്കിലും തല്ലി കയ്യും കാലും ഒടിച്ചാ കിട്ടും. അത് നിന്റെ അച്ഛന് വാങ്ങിച്ചു കൊടുക്കട്ടാ. പോടാ അവിടുന്ന്. അനിക്കൂടാ, ഒന്ന് മാറിയടാ. ഞാൻ കറക്കാം. എങ്ങനെ? കണ്ടപ്പോ ഒരു കൊതി. മുലക്ക് പിടിച്ച് നിന്റെ അത്രയും പരിചയമില്ല. ഞാനൊന്ന് നോക്കട്ടാ. മാറ് ഗോമാതാവേ. പതുക്കെ പശുവാട്ടോ. അയ്യോ